എന്താ എന്താടിയാ ഫ്ലാറ്റ് ഇഷ്യൂസ് നടക്കുമ്പോൾ നിന്റെ മമ്മിയുടെ ഫീസ് പോയത്? നിങ്ങളല്ലേ ബിസിനസ് ഇൻഡിക്കേറ്റ്സ്, പോയി ചോദിക്കുക, എനിക്കറിയില്ല. മനുഷ്യ, പഴയ കോടനാട് കേസില്ലേ? കോടനാട് കേസ്. ആ കേസേ KGS ഇപ്പൊ പൊക്കിയെടുത്തോണ്ട് വന്നിരിക്കുക. എങ്ങനെ പൊക്കിയെന്ന്? അവൻ പൊക്കിയ പൊങ്ങുന്നാണോ കോടനാട് കേസ്? അതൊക്കെ അന്നേ ഒതുങ്ങിയതല്ലേ, നമ്മൾ ഒതുക്കിയതല്ലേ? അതെ, ഒതുക്കിയതൊക്കെയാണ്. അതെങ്ങനെയാ ഒതുക്കിയതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഒതുക്കിയതാന്ന് എനിക്കറിയാം, പക്ഷെ അതെങ്ങനാ നീ ഒതുക്കിയതെന്ന് എനിക്കറിയില്ല. കേസിലെ 1-ാം പ്രതി നിങ്ങളായിരുന്നു ഓർമ്മയുണ്ടോ? അറിയാം, അത് ഓർമ്മയുണ്ട്. എന്നെ പോലീസും കോടതിയിട്ട് കുറെ കറക്കിയതല്ലേ. നീ അന്ന് ദുബായിലും ഞാനിങ്ങ് തിരുവനന്തപുരത്തും. ഞാൻ അതൊക്കെ മറന്നു കിടക്കായിരുന്നു. കോപ് ആ കോടനാട് ഫ്ലാറ്റും അവിടുത്തെ 15,000 സ്ക്വയർ ഫീറ്റിന്റെ കാര്യവും ദുരൂഹമായ ആ കഥയും എല്ലാം പുറത്തു വരാൻ പോവാന്നാ പറഞ്ഞിരിക്കുന്നത്. അത്രേ ഉള്ളോ? എടി വരട്ടെ ഷോ. അവൻ എന്തെങ്കിലും ഒരു പ്രോഗ്രാം വേണ്ടേടി. ആൻസി വർഗീസിന് ജാമ്യം കിട്ടാൻ വേണ്ടി അവൻ ഇല്ലാത്തൊരു കേസും പൊക്കിക്കൊണ്ട് വരിക. ഒന്നുമില്ലടി, വെറും വരട്ട്. നീ പേടിക്കണ്ടടി. അനന്തോ, നിങ്ങൾ ആ ഫോണിങ് തന്നെ സംഗതി അറിഞ്ഞോ? ഇങ്ങോട്ട് നിന്റെ ഭാര്യയുടെ മറ്റവനല്ലേ ആ KGS? ഈ KGSന് ആൻസി വർഗീസിന്റെ കേസിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ബോധ്യമായപ്പോ ശ്രദ്ധ ധരിക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്യുന്നതാ. വിട്ടുകളാ. കറക്റ്റ്, അതാണ് സംഭവിക്കുന്നത്. അത് കേട്ട് ഈ ചിത്ര വിരളി പിടിച്ച് ഓടി വന്നിരിക്കുക. അയാൾ എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചെന്നും പറഞ്ഞു. ഇതാ നോക്ക്, ഇതാ കണ്ടില്ലേ ഫോൺ ചെയ്ത് കറങ്ങി കിടക്കുന്നത്. അനന്താ, ഈ കുടുംബത്തിലെ മുഴുവൻ പേരുടെയും മനസ്സമാനം കളയാനുള്ള പരിപാടിയായിട്ടാ അവൻ ഈ ഇറങ്ങിയിരിക്കണേ. ഞാൻ പറഞ്ഞിട്ട് ആരും ഇവിടെ മനസ്സിലാക്കിയില്ല. കൊണ്ടുപോട്ടെ, അവൻ അവളെ കൊണ്ട് എവിടെയെങ്കിലും പോട്ടെ. ഇല്ലെന്ന്, അവളെ ഇറങ്ങത്തില്ല. അവള് ജയിലിൽ നിന്ന് ഇറങ്ങത്തില്ല, ജാമ്യവും കിട്ടത്തില്ല. അത് ഞാൻ 100% ഉറപ്പ് തരാം. അതെ, ഒരു 150 പേരാ വിളിച്ചിരിക്കുന്നത്. ഈ KGS ഏതാണ്ടൊക്കെ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നെന്ന് പറഞ്ഞ്. ഈ കോടനാടെന്ന് പറഞ്ഞ നമ്മുടെ കുടുംബസ്വത്ത് വല്ലതുമാണോ? അല്ലല്ലോ. ആരായി വിളിക്കുന്നേ? പത്രക്കാരും ചാനലുകാരും ഒക്കെയാ. ഓരോ ഊഹാപോഹങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുക, കേസ് പോക്കിക്കൊണ്ട് വരുമെന്നൊക്കെ. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. എന്തുവാടി? ഒന്നിങ്ങോട്ട് വന്നേ. ചെല്ല്. ഞാനേ ചോദിച്ചിട്ട് പോരാ, എന്താവോ എന്താ. അയ്യോ, ബെസ്റ്റ് പാർട്ടിയാ. മമ്മി ഒന്ന് നിന്നേ. ഈ കോടനാട് കേസൊക്കെ TV ചാനലിൽ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയല്ലോ. ടിവിയിലും വന്നോ? ആ ഉണ്ട്, എല്ലാ ചാനലും ഇല്ല. ടിവിയിൽ വന്നെന്ന് ഷോയെ കുറിച്ച്. ടിവിയിലോ? ഇപ്പൊ ന്യൂസ് ഉണ്ടായിരുന്നു, കഴിഞ്ഞതേ ഉള്ളൂ. എന്താ പറഞ്ഞേ? 10-15 വർഷം മുമ്പുള്ള കേസാണ്. ഏതോ കൺസ്ട്രക്ഷൻ കമ്പനി മുക്കിയ കേസാന്നാ പറയുന്നത്. റീഓപ്പൺ ചെയ്യാൻ ഗവൺമെന്റ് നല്ല പ്രഷർ കൊടുക്കുന്നുണ്ടെന്നാ വാർത്തയിൽ പറഞ്ഞേക്കുന്നത്. നമ്മുടെ ആദ്യത്തെ ഗ്രൂപ്പുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ മമ്മി ഇതിന്? കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ആ KGS നോക്കുന്നത് മോനെ. ആൻസി വർഗീസിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ പുറത്തോട്ട് കുതിര കയറാൻ നിൽക്കുക അവൻ. നിങ്ങളിങ്ങി വന്നേ. അനന്ത, ഈ കെണി അന്തനം മാത്രം ലക്ഷ്യം വെച്ചിട്ടുള്ള കെണിയാട്ടാ ഈ കോടനാട് കെണി. നോക്കിക്കോ, ദേ ഇതൊന്ന് കേട്ടോക്കിയേ. KGSന്റെ പ്രകടനങ്ങള് ഒന്ന് കേട്ടെ. നടത്തുകയും ചെയ്ത ആ കമ്പനിയുടെ പുറകിലുള്ള ചില വ്യക്തികളെ കുറിച്ച് 2 മാസത്തെ അന്വേഷണത്തിനൊടുവിൽ KGS ഈവനിങ്സിന് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. പണിയാട്ടാ. തക്ക സമയത്ത് ആ സൂചനകൾ വിത്ത് പ്രൂഫ് പണി കോടതിക്കും പൊതുസമൂഹത്തിനും മാധ്യമങ്ങൾക്കും കൈമാറാൻ KGS ഈവനിങ്സ് തയ്യാറാണ്. അപ്പോഴും അവശേഷിക്കുന്ന പ്രബലമായ ഒരു ചോദ്യം, താഴത്തെ നിലയിലെ 15,000 സ്ക്വയർ ഫീറ്റ് ആരുടെ? KGS ഈവനിങ്സ് ആ അന്വേഷണം തുടരുകയാണ്.
എത്ര ദുർഗന്ധം സഹിക്കേണ്ടി വന്നാലും ഈ മാലിന്യ കുമാരൻ ചകഞ്ഞ് സത്യത്തിന്റെ പ്രകാശം തെളിയിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി KG സുബ്രഹ്മണ്യർ സൈനിങ് ഓഫ്. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ചാപ്റ്റർ. ഗുഡ് ബൈ. നിങ്ങൾ ആ വാതിലങ്ങ് അടച്ചേ. എന്തോടി തപ്പുന്നേ? എടി എന്തുവാ തപ്പുന്നേന്ന്? ആ സേതുപതി നാരായണന്റെ ഫോൺ നമ്പർ വല്ലതും നിങ്ങളുടെ കയ്യിലുണ്ടോ? സേതുമതിയോ? അത് അഡ്വക്കേറ്റ് അല്ലേ? ആ അത് തന്നെ, നമ്മുടെ കേസിന്റെ അഡ്വക്കേറ്റ്, ആലത്തൂരുകാരൻ. നിങ്ങളുടെ കയ്യിൽ അയാളുടെ നമ്പർ വല്ലതും ഉണ്ടോ? എടി വക്കീലന്മാരായ ആൾക്കാരുടെ നമ്പര് വക്കീലായി നീയല്ലേ സൂക്ഷിക്കേണ്ടത്? എന്റെ കയ്യിൽ എവിടുന്ന? അതും അന്നാ കേസിൽ ഹൈക്കോടതിയിൽ വന്നിട്ട് പോയതാ. പിന്നെ നീ കണ്ടെങ്കിലേ ഉള്ളൂ, ഞാൻ കണ്ടില്ല. അയാളുടെ ഏതോ ചെറുമക്കളുടെ കല്യാണത്തിന് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ അതിനും പോയില്ല, പാലക്കാട്ട്. ഇപ്പൊ എന്തിനാ അങ്ങനെ വിളിക്കുന്നേ? പിന്നെ വിളിക്കാതെ. ഈ കേസ് നിസ്സാരമാണെന്ന് വിചാരിച്ചിരിക്കാണോ നിങ്ങള്? പിന്നെ അല്ലാതെ. ഈ കേസൊക്കെ ഇനി എങ്ങനെയാടി പൊങ്ങി വരുന്നേ? എവിടുന്ന് വരാനാ? മനുഷ്യ, ഉണ്ടായിരുന്ന തെളിവുകളെല്ലാം ഒരു തരത്തിൽ ഒതുക്കിയെടുത്തതല്ലേ? എന്തു പാടുപെട്ടതാണെന്നറിയോ? അല്ലെങ്കിൽ അന്ന് നിങ്ങൾ അടി എണ്ണേണ്ടതാ, ജീവപര്യന്തം. ഇപ്പോഴും കിടന്നേനെ സെൻട്രൽ ജയിലില് ചപ്പാത്തി ഉരുട്ടിക്കൊണ്ട്. എടി അതൊക്കെ കഴിഞ്ഞില്ലേ, ഇനി എന്തുവാ? മുടക്കാനുള്ളത് മുടക്കി, കൊടുക്കാനുള്ളത് കൊടുത്തു. ഇനി KGSന് വല്ലതും കൊടുക്കണോ? കൊടുക്കാം, തീരട്ടങ്ങ്. ആ KGS അങ്ങനൊന്നും ഒതുങ്ങത്തില്ല. ഈ കേസ് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി തന്നെയാ ഈ KGS ഇറങ്ങിയിരിക്കുന്നത്. ഇതിന്റെ ബാക്കി കാര്യങ്ങളൂടെ പുറത്തു വന്നാലുണ്ടല്ലോ, പിന്നെ ആകെ പ്രശ്നമാകും. ആ 15,000 സ്ക്വയർ ഫീറ്റിന്റെ ഉടമസ്ഥൻ ആരാണെന്ന് കോടതിക്ക് ഇതുവരെ തെളിയിക്കാൻ പറ്റിയോ? ഇല്ലല്ലോ. അതിന്റെ ഉടമസ്ഥൻ ആരാ, ഓർമ്മയുണ്ടോ? വിൻസെന്റ്. അയാൾ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. അയാളുടെ കുടുംബത്തിൽ ആരേലും അവശേഷിക്കുന്നുണ്ടോ? അതൊക്കെ അന്നേ ദുബായിൽ വെച്ച് തീർന്ന കേസല്ലേ? ദുബായിൽ വെച്ച് തീർത്തോ എന്നൊന്നും എനിക്കറിയത്തില്ല. ദുബായിൽ വെച്ച് ഈ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തിപ്പോന്നത് നീയാണെന്ന് എനിക്കറിയാം. കേസ് വന്നപ്പോ ഒന്നാം പ്രതി ഞാനും. കേസ് വന്നതും നിങ്ങൾ ഒന്നാം പ്രതിയും ആയതേ ഈ 15,000 സ്ക്വയർ ഫീറ്റിന്റെ ഇഷ്യൂവിലൊന്നും അല്ലല്ലോ. ആ പ്രോപ്പർട്ടിയുടെ ലാൻഡിന്റെ പേരിലുള്ള ഇഷ്യൂവിലല്ലേ നിങ്ങൾക്ക് കേസ് വന്നത്? അതും ദേ ഈ അടഞ്ഞു കിടക്കുന്ന 15,000 സ്ക്വയർ ഫീറ്റിന്റെ ഇഷ്യൂവായിട്ട് ഒരു ബന്ധവും ഇല്ലല്ലോ. അന്ന് അവിടെ എന്തോ കൊലപാതകം നടന്നെന്നോ ആത്മഹത്യ നടന്നെന്നോ പറഞ്ഞ് കേസ് വന്നു. ആ കേസിൽ നമ്മൾ ആരുമില്ല. എങ്കി പിന്നെ എന്തുവാടി പ്രശ്നം? മനുഷ്യ, ആ കേസ് റീഓപ്പൺ ചെയ്ത പ്രശ്നമാ. ഈ KGSനെ എങ്ങനെയെങ്കിലും ഒതുക്കിയില്ലെങ്കിലേ കുഴപ്പമാണ്. പക്ഷേ ഈ കേസിൽ ഇത്രയും പ്രശ്നമുണ്ടെന്നൊന്നും നമ്മുടെ ഋഷിമോൻ അറിയത്തില്ല. അവനെ കൊണ്ട് ഈ KGSന് നമുക്കൊരു ഓഫർ കൊടുപ്പിക്കാം. ആ ശരിയാ നീ പറഞ്ഞേ. ചിലപ്പോ അതുകൊണ്ടങ്ങ് തീരും. ഞാനേ അവനോടൊന്ന് സംസാരിക്കട്ടെ, നിങ്ങൾ എണീറ്റ് വാ. ആ ഒരു ടെസ്റ്റ് ഡോസ് പോയപ്പോ തന്നെ ഇത്രയും വലിയ കോളുകളൊക്കെ ആയല്ലോ സർ. ആ സത്യം എന്തെന്ന് അറിയാനുള്ള ആകാംക്ഷയല്ലേ ഈ കോളിലൊക്കെ. സത്യം അറിയാവുന്നവരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്ക്. ഇതൊക്കെ ചെയ്തു കൂട്ടിയവരുടെ അവസ്ഥ ടൈം ബോംബും കഴുത്തി തൂക്കി ഓടുന്ന അവസ്ഥയായിരിക്കും ആദ്യത്തിനും സംഘത്തിനും ഒക്കെ. ആദ്യത്തിനെന്ന ഫൂള് ചിലപ്പോൾ ഇതൊന്നും അറിഞ്ഞു കാണത്തില്ല. പക്ഷേ ചിത്രാമ ഇനി അവർക്ക് ഉറക്കം കിട്ടില്ല. ആൻസിക്ക് കോടതി ജാമ്യം കിട്ടാതിരിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അടുത്ത് അവരെന്തെങ്കിലും ഇൻഫ്ലുവൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവര് തിരിച്ചു വിളിച്ചിട്ടുണ്ടാവും. ആൻസിക്ക് ജാമ്യം അനുവദിച്ച് കിട്ടാനുള്ള വാദം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. നോക്കിക്കോ, ഇനി ഇവിടെ വരും അടുത്ത ചാപ്റ്റർ ഏറിയിരുന്ന് റിക്വസ്റ്റ് ചെയ്യാൻ. അത് ചിലപ്പോൾ അനന്തകൃഷ്ണനായിരിക്കും. അതൊക്കെ ആ വഴിക്ക് അങ്ങ് നടക്കട്ടെ. പവി, നമ്മൾ തുടരുന്നു. അടുത്ത ചാപ്റ്റർ ആ 15,000 സ്ക്വയർ ഫീറ്റിന്റെ അവകാശിയുടെ അടുത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള ഫീൽ സ്പ്രെഡ് ചെയ്യണം. ഓക്കെ,
ഓക്കെ സർ. മോനെ ഋഷി ഇങ്ങ് വന്നേ. പറ അമ്മേ. ഈ കോടനാട് ഫ്ലാറ്റിന്റെ ഇഷ്യൂവേ പണ്ടേ ഉണ്ടായിരുന്നതാ. അത് ഞങ്ങള് ആദിത്യ ഗ്രൂപ്പായിട്ട് കൺസ്ട്രക്ഷൻ തുടങ്ങിയ സമയത്ത് നമ്മൾ കണ്ണായ ചില സ്ഥലത്ത് അഡ്വാൻസ് കൊടുത്ത് കുറെ വില്ല പ്രോജക്റ്റും ഫ്ലാറ്റ് പ്രോജക്റ്റും ഒക്കെ തുടങ്ങി. പക്ഷേ മറ്റു പല കമ്പനിക്കാർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്താ, അവര് വില പറഞ്ഞ അഡ്വാൻസ് കൊടുത്തു വെച്ച പല പ്രോപ്പർട്ടീസും വില കൂട്ടി നമ്മൾ വാങ്ങിച്ചു. നമ്മളായിട്ട് ലാൻഡിന്റെ വില കൂട്ടുന്നു പറഞ്ഞ് അന്ന് വലിയ ഇഷ്യൂ ഒക്കെ വന്നതാ. പക്ഷേ പബ്ലിക്കും ഗവൺമെന്റും ഒക്കെ നമുക്ക് സപ്പോർട്ടായിരുന്നു. മണ്ണിനും പൊന്നിനും വില കൂടുന്നത് തെറ്റൊന്നുമല്ലല്ലോ. പക്ഷേ അവിടുന്ന് തുടങ്ങിയതാ ഈ പ്രശ്നങ്ങള്. നമ്മളെ ഇൻഡസ്ട്രിന്ന് എങ്ങനെയെങ്കിലും പുറത്താക്കണം. അതിന് ചില ടീമുകള് സ്ട്രോങ് ആയിട്ട് ഇറങ്ങി ഓരോ അലിഗേഷൻസ് കൊണ്ടുവരാൻ തുടങ്ങി. അതിനിപ്പോ അയാൾ ഈ കേസ് ഉണ്ടാക്കിക്കൊണ്ടുവന്ന കാര്യം എന്താ? ഇടമോനെ ഇതൊന്നുമില്ല. എന്താന്നറിയോ, കായലോരം കയ്യേറി റിസോർട്ട് വച്ചു, അനധികൃത കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞ് ഈ പരിസ്ഥിതിക്കാരെയൊക്കെ കൂട്ടുപിടിച്ച് ഒരു വൃത്തികെട്ട മൂവ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. ഈ നാട് നന്നാവുന്നത് ഇഷ്ടമില്ലാത്ത കുറച്ചു പേരുണ്ടല്ലോ, അത് പ്രതിപക്ഷത്തുമുണ്ട് ഭരണപക്ഷത്തുമുണ്ട്. ഇപ്പൊ എറണാകുളത്ത് തന്നെ കണ്ടില്ലേ, എത്ര ബിൽഡിങ്ങാ അനധികൃതമാണെന്ന് പറഞ്ഞ് പൊളിച്ചു കളയുന്നേ. എത്ര പാവങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ കല്ലും മണ്ണുമായി JCB കൊണ്ട് ഇടിച്ചു പൊട്ടിച്ച് കളയുന്നേ. ബിൽഡർമാരോടുള്ള ദേഷ്യത്തിന് ഈ പാവങ്ങൾ എന്ത് വേണം? പപ്പ, ഈ KGSന്റെ ഉദ്ദേശം അന്നേരം എന്തായിരിക്കും? അവൻ ഉദ്ദേശം ഒന്നേ ഉള്ളൂന്ന് മോനെ മനസ്സിലായില്ലേ? അയാൾക്കെന്നും വാർത്തയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. അതിനെന്തെങ്കിലും കേസൊക്കെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് വന്നോളൂ. ഡൽഹിയിൽ നിന്നുള്ള പത്രക്കാരും മീഡിയക്കാരും ഓടിച്ചു വിട്ടതാ സഹിക്കാൻ വയ്യാതെ. അതുകൊണ്ട് മോനൊരു കാര്യം ചെയ്യേ, ഒന്നും അറിയാത്തതുപോലെ അവനെ പോയിന്ന് കാണ്. മമ്മി, ഞാൻ പോയി കണ്ടിട്ട് എന്ത് പറയാനാ പുള്ളിയോട്? മോനെ, അവന് പബ്ലിസിറ്റിയും പോപ്പുലാരിറ്റിയും ഒക്കെയാണ് വേണ്ടത്. അവനൊരു പുതിയ ചാനൽ തുടങ്ങാനുള്ള ഫണ്ട് നമ്മൾ കൊടുക്കാന്ന് പറ. ഒരു 100-400 കോടി. അതിനൊക്കെ ഫണ്ട് എവിടെ നടി? ആ, അതിനൊക്കെ ചില വഴികളുണ്ട്. ഈ ബാങ്കുകളൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത് എന്തിനാ? മോനെ, ഞാൻ പറഞ്ഞു തരാം വഴികളൊക്കെ. എന്തായാലും മോൻ രാവിലെ അയാളുടെ അപ്പോയിന്റ്മെന്റ് വാങ്ങിപ്പോയെന്ന് കാണ്. കോടനാട് കെണിയായിട്ട് അവ ഇറങ്ങിയിരിക്കുവാണെങ്കിൽ അവനുള്ള കെണി നമ്മൾ വേറെ ഒരുക്കും, അതുറപ്പാ. ശരി. നീ കണ്ടോടി അവന്റെ ഒരു പൗരുഷം കണ്ടോ? അവൻ മാത്രം വിചാരിച്ചാ മതി, ഈ കേസ് എല്ലാം ഒതുങ്ങും. എനിക്ക് ഉറപ്പാ. അതൊക്കെ ശരിയാ. അവൻ അവന്റെ പെണ്ണുമ്പിള്ളയുടെ മുമ്പിലൂടെ നിങ്ങൾ പറഞ്ഞ ഈ പൗരുഷം കാണിച്ച കൊള്ളായിരുന്നു. ആരാ? എവിടുന്നാ സാറേ? KGSനൊന്ന് കാണാനാ. അപ്പോയിന്റ്മെന്റ് ഉണ്ടോ? ആ, ഉണ്ട്. സാറിന്റെ പേരെന്താ? ഞാനൊന്ന് ചോദിച്ചോട്ടെ. ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, കേട്ടോ വേണോ? ഓ, ആ. ആര്? ആദിത്യ കൺസ്ട്രക്ഷനിൽ നിന്നാ. പേര്? ഋഷി ശങ്കർ. വരൂ, ഇരിക്കും. സാർ ഫ്രീ ആണോ നോക്കട്ടെ. ഞാനും സംസാരിക്കാനായിട്ടാ വന്നത്. പുള്ളിയോട് ഫ്രീ ആവാൻ പറ. സാർ, ആദിത്യ കൺസ്ട്രക്ഷൻ എന്ന് ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്, ഒരു ഋഷി. ഋഷി? അവൻ വെറും ഒരു ഋഷിയല്ല പത്മനാഭ. അവനാണ് ഋഷി എന്ന കൃഷിക്കാരൻ. കുലത്തൊഴിലെ കൃഷിയാ. സംബന്ധിക്കാൻ ചെന്ന് പെട്ടത് അതിനേക്കാളും വലിയ കൃഷി സ്ഥലത്ത്. അങ്ങനെ മൊത്തത്തിൽ വലിയൊരു കൃഷിക്കാരനായിട്ട് അങ്ങനെ നടക്കുക. ഒരു ദൂതനോട് എത്തുന്നു ഞാൻ പറഞ്ഞിരുന്നില്ലേ? അവൻ തന്നെയാണ് ഇവൻ. പത്മനാഭൻ, സത്യം ചെരുപ്പിടും മുമ്പ് നോണ 7 വട്ടം ലോകം ചുറ്റി വരുമെന്ന് സോക്രട്ടീസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മെല്ലെ ആയാലും
സത്യം ചെരുപ്പിട്ടങ്ങ് നിന്നാ മതി. പിന്നെ കയറ്റിക്കൊണ്ടുപോകാൻ വണ്ടികൾ ഇങ്ങനെ കപ്പലായിട്ടും ഹെലികോപ്റ്ററായിട്ടും സാറ്റലൈറ്റായിട്ടും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതുപോലൊരു വണ്ടി ഇത്. എല്ലാ ഹിഡൻ ക്യാമറകളും ഓൺ ആയിരിക്കണം. അവൻ പറയുന്ന ഓരോ വാക്കും നമുക്ക് വാല്യൂബിളാ. ഓക്കെ, ചെന്നിട്ട് അദ്ദേഹത്തിനെ ഇങ്ങനെ നമ്മുടെ ടേബിളിലേക്ക് ഇങ്ങനെ സ്വീകരിച്ചിരുത്ത്. സർ. വരൂ, ഇങ്ങോട്ടിരിക്കാം. ഇരിക്കൂ. ചായ എടുക്കട്ടെ? വേണ്ട. സാറിപ്പോൾ വരും. വെൽക്കം. ഇത്ര എങ്ങാണെന്ന് വിചാരിച്ചില്ല. നാളെ തന്നെ ജോയിൻ ചെയ്തോളൂ. വാട്ട്? സണ്ണി ജോസഫ് പറഞ്ഞിട്ട് വന്ന ഋഷിയല്ലേ? KGS ഈവനിങ്സിലെ ഇന്നലത്തെ ചാപ്റ്റർ കണ്ടിട്ട് ത്രില്ലടിച്ച് എന്നെ അസിസ്റ്റ് ചെയ്യാൻ വന്ന? സോറി, അല്ല. പിന്നെ ഇതേതേ ഋഷി? പത്മനാഭ സാർ. ഞാൻ ഋഷി ശങ്കർ, ആദിത്യ ഗ്രൂപ്പ് MD ആദിത്യ കൃഷ്ണന്റെ സണ്ണിലോ. ഓ, ആ ഋഷി. ഇറ്റ്സ് ഓക്കെ, പറയൂ, എന്ത് വേണം? ബട്ട് ഞാൻ വന്നത് ഷോ കണ്ട് ത്രില്ലടിച്ച് തന്നെ. താങ്ക് യു. ഒരു കൺഗ്രാറ്റ്സ് വാട്സാപ്പ് ചെയ്താൽ പോരായിരുന്നോ? നോ, എനിക്ക് നേരിൽ സംസാരിക്കാനുണ്ടായിരുന്നു. പറയൂ. സാർ, ഞാൻ അതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. 2001 ദുബായ് ബേസിലുണ്ടായിരുന്ന ഒരു കമ്പനിയാണ് ആ ഫ്ലാറ്റ് ബിൽഡ് ചെയ്തതെന്നും അവരെ കണ്ടെത്തിയെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇന്നലത്തെ KGS ഈവനിങ്സ് നിർത്തിയത്. യെസ്. അത് റിയൽ ആണോ അതോ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ ഒരു പോയിന്റ് കൊണ്ട് നിർത്തിയാണോ? ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാൻ ഋഷി? പോലീസിനും മറ്റ് ഏജൻസികൾക്കും സാധിക്കാത്ത കാര്യം എന്നെപ്പോലൊരു സാധാരണ മനുഷ്യന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഞാനും അത് തന്നെ ചിന്തിച്ചത്. അല്ല, വന്ന കാര്യം എന്താ, അത് പറയൂ. സാറേ, ഈ യൂട്യൂബ് ചാനലിൽ എന്തായാലും ഒരു എലൈറ്റ് സർക്കിൾസ് അല്ലേ വാച്ച് ചെയ്യത്തുള്ളൂ. KGS ഈവനിങ്സ് കുറച്ചുകൂടെ പോപ്പുലർ ആവണമെങ്കിൽ ഈ ഷോ ഒരു TV ചാനലുമായി അസോസിയേറ്റ് ചെയ്യുന്നതല്ലേ നല്ലത്? ഉള്ള ചാനലുകൾ അതിന് തയ്യാറല്ലെങ്കിൽ സാർ ഒരു TV ചാനൽ തുടങ്ങണം. നല്ല ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് KGS തന്നെ ചെയ്യുമായിരുന്നല്ലോ. യെസ്, ഞാൻ ഫണ്ട് ചെയ്യട്ടെ. ഫണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് CR വേണ്ടേ? ഐ ക്യാൻ മാനേജ് ഇറ്റ്. എനിക്കൊരു കണ്ടീഷനേ ഉള്ളൂ. സാറിൻ്റെ ഈ KGS ഈവനിങ്സ് ആയിരിക്കുമല്ലോ മെയിൻ അട്രാക്ഷൻ. ഞാൻ ബേസിക്കലി ഒരു ബിസിനസ്സുകാരനാണ്. ഇന്നലത്തെ സാറിൻ്റെ ഷോയ്ക്ക് കിട്ടിയ റെസ്പോൺസാണ് എന്നെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്തത്. സോ കുറച്ച് വൈകിയാലും നമ്മുടെ ലോഞ്ചിങ് പ്രോജക്റ്റായിട്ട് ഈ ഫ്ലാറ്റ് ഇഷ്യൂസ് തന്നെ വേണം. ബിസിനസ് സാധ്യതകൾ എയിം ചെയ്ത് പറയുക. എൻ്റെ യൂട്യൂബ് ചാനലിൽ അടുത്ത ചാപ്റ്റർ ചെയ്യാൻ പറ്റില്ലെന്നല്ലേ ഋഷി പറയുന്നത്? പിന്നെ അതിന് നോവൽറ്റി ഇല്ലല്ലോ സാർ. നമുക്ക് ആലോചിക്കാം ഋഷി. ഋഷി ഒരു ബിസിനസ് മാനാ. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെയൊക്കെ തന്ത്രങ്ങൾ വേണ്ടേ? അത് പോരെന്ന് തോന്നുന്നു. ചൂണ്ടയുമായിട്ട് കുട്ടികൾ തിമിംഗലം പിടിക്കാൻ നടക്കുന്ന പോലെ ചൈൽഡിഷ് ആയിപ്പോയി. ഐ ഫീൽ സോ. ഋഷി ഒരു കാര്യം ചെയ്യും,
പവി, ആ സർ. ഈ ഋഷി കുഞ്ഞിന്റെ ഒരു കടലാസ് അവിടെ ഇല്ലേ, അതിങ്ങെടുത്തോ. അതിൻ്റെ അകത്തുണ്ട്. ആ ഋഷി, ആൻസി ഒരിക്കൽ DGP കാണാൻ ചെന്നപ്പോഴേ പുള്ളി ജോക്കായിട്ടൊരു കാര്യം പറഞ്ഞു. KGS ചിലപ്പോൾ അദ്ദേഹത്തിന്റെ 4ാം ക്ലാസ്സിലെ ഓണപരീക്ഷയുടെ ആൻസർ ഷീറ്റ് വരെ എടുത്ത് പുറത്തിടുവന്ന്. മോൻ ഇത് കണ്ടോ? കണ്ടോ? ഇതിലെ പേരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എന്താ? ഋഷിശങ്കർ സൺ ഓഫ് ഹരിശങ്കർ. കറക്റ്റ് അല്ലേ? അല്ലേ? എടോ, തൻ്റെ +2ന്റെ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ് ആയത്. ഞങ്ങള് കുട്ടിക്കാലത്ത് പറയും മീശയുള്ള മാർക്കുകളെന്ന്. ഇതിലെ തിരുമറികളൊക്കെ എനിക്കറിയാം. നീ പരീക്ഷ എഴുതിയത് എവിടെ? പരീക്ഷ ഹാളിലാണോ അതോ നിന്റെ വീട്ടിൽ ഇരുന്നോ? ദേ, ഇത് കണ്ടോ? BTechന് ചേരാൻ സബ്മിറ്റ് ചെയ്ത മാർക്ക് ലിസ്റ്റ്. ഇതിൽ മീശയൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫുൾ A+ കാരൻ്റെ സർട്ടിഫിക്കറ്റ്. ഇനി ഞാൻ അങ്ങോട്ട് ബിസിനസ് പറയട്ടെ മോനെ. ആൻസി വർഗീസിനെ മറ്റന്നാൾ കോടതിയിൽ ഹാജരാക്കും. നിയമത്തിന്റെ ശരിയായ വഴിയിലൂടെ പോയ ആ സ്ത്രീക്ക് ജാമ്യം നേടിക്കൊടുക്കാനുള്ള എല്ലാ വഴികളും എനിക്കറിയാം. പബ്ലിക് പ്രോസിക്യൂട്ടർ പ്രേമേന്ദ്രൻ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളാണെന്നും എനിക്കറിയാം. മോൻ നേരിട്ടാണ് വന്നതെങ്കിൽ മോൻ കേട്ടോ. ഇനി അതല്ല, അമ്മായിയമ്മയോ അമ്മായിയപ്പനോ പറഞ്ഞു വിട്ടതാണെങ്കിൽ അവരോട് ചെന്ന് പറ. പബ്ലിക് പ്രോസിക്യൂട്ടർ ആൻസിക്ക് ജാമ്യം നിഷേധിക്കുന്ന ഒരു കാര്യവും ആർഗ്യൂ ചെയ്യാൻ പാടില്ല. ഇപ്പൊ അത് മോന്റെ റിസ്ക്. പത്മനാഭ സാർ, ആ ഫയലിംഗ് എടുത്തോ.